ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൂട് സമയത്ത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഈത്തപ്പഴം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഏകദേശം 15-20 ഈത്തപ്പഴം ഉണ്ടാവും. നിങ്ങൾ എടുക്കുന്ന ഈത്തപ്പഴത്തിനനുസരിച്ചുണ്ടാവും അത് കുതിരാനുള്ള സമയം. ഞാനിത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ചില ഈത്തപ്പഴം അരമണിക്കൂർ വെള്ളത്തിലിട്ടാൽ തന്നെ നല്ലോണം കുതിർന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് മാറ്റുകയാണ്. കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലുള്ള വെള്ളത്തോടൊക്കെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഈത്തപ്പഴം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചെടുത്തത് ഈത്തപ്പഴം നല്ലോണം അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിലേക്ക് 2 കപ്പ് കട്ടിയാക്കിയിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് നല്ല തണുത്ത പാലും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ബൂസ്റ്റ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഹോർലിക്സ് പൊടി ചേർക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമൊന്നുമില്ല. ഈത്തപ്പഴത്തിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ വീണ്ടും അടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.